അതുപോലെ നമുക്ക് ബട്ടൺ രണ്ട് രീതിയിൽ ആഡ് ചെയ്യാം. സോ നമ്മൾ സാധാരണ ആഡ് ചെയ്തത് നമ്മൾ പഠിച്ചത് ഇൻപുട്ട് ടൈപ്പ് ബട്ടൺ എന്ന് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബട്ടൺ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ മറ്റൊരു രീതി നമുക്ക് ബട്ടൺ എലമെൻറ്റ് കൊടുക്കാൻ സാധിക്കും. സോ ഞാനിതിവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നു. സോ ഡിലീറ്റ് ചെയ്ത ശേഷം എനിക്കിവിടെ ബട്ടൺ എന്ന് കൊടുക്കുക, ബട്ടൺ എലമെൻറ്റ്. സോ ഇതിനുള്ളിൽ ഞാൻ സൈനപ്പ് എന്ന് കൊടുക്കുന്നു. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ബട്ടൺ ലഭിക്കുന്നതാണ്. സോ ഇത്തരത്തിൽ ബട്ടൺ എലമെൻറ്റ് മുഖാന്തരം നമുക്ക് ഇതുപോലെ ബട്ടൺ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് മറ്റു എലമെൻറ്റുകൾ നമുക്ക് ഈ ബട്ടൺ എലമെൻറ്റിനുള്ളിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി നമുക്കിതിൽ ഒരു ഇമേജ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഒരുപാട് ബി ടാഗ്, സ്ട്രോങ് ടാഗ് തുടങ്ങിയ ഒരുപാട് HTML എലമെൻറ്റ്സ് നമുക്ക് ഇതിനുള്ളിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി എനിക്ക് സൈനപ്പിൻ്റെ ഇവിടെ ഒരു പിക്ചറാണ് കൊടുക്കേണ്ടതെങ്കിൽ എനിക്ക് ബട്ടൺ എലമെൻറ്റ് ഉപയോഗിച്ച് അത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഞാനിവിടെ ഇതിൽ ടൈപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം. ടൈപ്പ്, സബ്മിറ്റ്, മെനു, റീസെറ്റ് എല്ലാം നമുക്ക് ലഭിക്കും. സോ ഞാനിവിടെ ബട്ടൺ സെലക്ട് ചെയ്യുന്നു. അതുപോലെ ഞാനിതിനൊരു ക്ലാസ് നെയിം കൊടുക്കുന്നു. BTN എന്ന് പറയുന്നൊരു ക്ലാസ് നെയിം കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ചെറിയൊരു സ്റ്റൈൽ അപ്ലൈ ചെയ്യാം. സോ സ്റ്റൈൽസിൽ വന്നതിന് ശേഷം നമ്മൾ ക്ലാസ് സെലക്ട് ചെയ്യുന്നു. ആദ്യമായി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാനിവിടെ ഒരു റെഡ് കൊടുക്കുന്നു. സോ റെഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെഡ് കളർ ലഭിക്കുന്നു. സോ നമുക്കതിൻ്റെ ബോർഡർ ഒന്ന് ഒഴിവാക്കാം. സോ ബോർഡർ നമുക്ക് നൺ കൊടുക്കാം. സോ നമുക്കത് നല്ല സ്റ്റൈലിൽ വരുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് പാഡിങ് കൊടുക്കാം. പാഡിങ് ഒരു 15 px അതുപോലെ 30 px. സോ ഇത്തരത്തിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. 15 px ടോപ്പ് ആൻഡ് ബോട്ടം, 30 px ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡാണ്. സോ അതുപോലെ നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. കളർ ഞാൻ വൈറ്റ് കൊടുക്കുന്നു. അതുപോലെ ഫോണ്ട് സൈസ് ഞാനൊരു 20 പിക്സൽ കൊടുക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് ഈ ബട്ടണിൽ ഒരുപാട് സ്റ്റൈൽസ് ഇതുപോലെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്കൊരു ഇമേജ് കൊടുക്കണമെങ്കിൽ, ഉദാഹരണമായി എനിക്ക് സൈനപ്പ് എന്നതിൻ്റെ ഭാഗത്ത് ഞാനിവിടെ എൻ്റെ ഫോൾഡറിൽ ഒരു ഇമേജ് ഉണ്ട്. ഈ സൈനപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഇമേജ് എനിക്കിവിടെ കൊണ്ടുവരണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതിനുള്ളിൽ വന്നതിന് ശേഷം ഇതിനുള്ളിൽ ഞാനൊരു ഇമേജ് ടാഗ് കൊടുക്കുന്നു. ഇമേജ് SRC ഞാൻ signup.png ആണ്. സോ എൻ്റെ ഫോട്ടോസ് എന്ന് പറയുന്ന ഫോൾഡറിൽ signup.png ഈ ഇമേജ് കൊടുക്കുന്നു. ആൾട്ട് ഞാൻ സൈനപ്പ് എന്ന് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് നമുക്കിവിടെ ലഭിക്കുന്നു. സോ ഇമേജിൻ്റെ വലിപ്പം ഒരുപാട് വലിയതാണ്. സോ നമുക്കതിൻ്റെ സൈസ് ഒന്ന് കുറക്കാം. ഈ നമ്മൾ മുമ്പ് കൊടുത്തിരുന്ന ആ ഒരു സൈനപ്പ് എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. സോ ഇതിൻ്റെ വിഡ്ത്ത് ഞാൻ ഒരു 100 കൊടുക്കുന്നു. അതുപോലെ ഹൈറ്റ് ഒരു 70 കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ സ്റ്റൈൽസ് നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാം. സ്റ്റൈൽസ് ഡിലീറ്റ് ചെയ്ത് സേവ് ചെയ്യുന്നു. സോ നമുക്കൊരു 40 കൊടുക്കാം ഹൈറ്റ്. സോ നമുക്ക് കറക്റ്റ് ലഭിക്കുന്നതായിരിക്കും. സോ ഇപ്പോൾ ഞാനിവിടെ ഈ ബട്ടൻ്റെ സ്ഥാനത്ത് നമുക്ക് ഇതുപോലെ ഒരു പിക്ചർ ഇതുപോലെ കൊണ്ടുവരാൻ സാധിക്കും. സോ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ബട്ടൺ എലമെൻറ്റ് എന്ന് പറയുന്ന എലമെൻറ്റ് മുഖാന്തരം മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഇത്തരത്തിൽ നമ്മൾ ഈ ബട്ടൺ എലമെൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഈ പിക്ചേഴ്സും അതുപോലെ ബാക്കി എല്ലാ കാര്യങ്ങളും ബാക്കി എല്ലാ എലമെൻറ്റ്സും നമുക്ക് ഇതിനുള്ളിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും.